കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദിയുണ്ട്. ഒരുപാട് പേർ ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ അഭിപ്രായങ്ങളിട്ടു. അതൊക്കെ വളരെ സന്തോഷം. അത് ഇനി പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് മലയാള സിനിമയിലെ ഏറ്റവും എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഏറ്റവും വലിയ ക്യാൻവാസിൽ സിനിമ ഒരുക്കുന്ന ഒരു സംവിധായകൻ മലയാളത്തിലുള്ളത്. എത്ര ജനക്കൂട്ടത്തെയും, 10,000-കണക്കിന് ജനക്കൂട്ടത്തെയും അത്രയധികം താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് സിനിമ എടുത്തതും മലയാളത്തിൽ ഒരേ ഒരാളാണ്. ഇരിപ്പം വീട്ടിൽ കോഴിക്കോട് ഇരിപ്പം വീട്ടിൽ ശശിധരൻ. അതാണ് IV ശശി, രണ്ടക്ഷര സംവിധായകൻ എന്ന് ഞാനെയൊക്കെ വിശേഷിപ്പിച്ച അതിധീരനായ ഒരു സംവിധായകൻ. മലയാള സിനിമയിൽ ഓരോ സംവിധായകർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. ശശികുമാർ സാറ്, സേതുമാധവൻ സാറ്, AV രാജ്, KG ജോർജ്, ഭാരതൻ, പത്മരാജൻ, ഇങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന് ഓരോ PG വിശ്വംഭരൻ, അവർക്കൊക്കെ ഓരോ പാറ്റേണുകളാണ്. അവരുടെ പാറ്റേണുകളുള്ള സിനിമകളാണ് അവരെടുത്തുകൊണ്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലം ജോണർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ IV ശശിക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. അദ്ദേഹം എടുക്കാത്ത വിഷയങ്ങളില്ല, അദ്ദേഹം ചെയ്യാത്ത സിനിമകളില്ല. ആക്ഷനും ആർട്ടും കോമേഴ്സും ഇന്ന് വേണ്ട സിനിമയുടെ എല്ലാ പാറ്റേണിലും സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. IV ശശി, അദ്ദേഹം കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സൽ ആർട്സ് എന്നൊരു ആൻ്റണി മാഷിൻ്റെ ചിത്രകല പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. അവിടെയാണ് പ്രശസ്ത സംവിധായകൻ ഹരിഹരനും പഠിച്ചിരുന്നത്. അവർ ഒരുമിച്ചാണ് ചിത്രകല അഭ്യസിച്ചത്. കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രിൻസിപ്പളിൻ്റെ നേർക്ക് ചീമൊട്ട എറിഞ്ഞു. അപ്പോൾ IV ശശി അവിടെ ഇല്ലായിരുന്നു, അതേ കൂട്ടത്തിൽ അവിടെ നിന്നേ ഉള്ളൂ. പക്ഷേ അതേ കിട്ടുന്ന ഷർട്ട് പെട്ടെന്ന് തിരിച്ചറിയപ്പെടുകയും ഈ കൂട്ടത്തിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം വീട്ടിൽ പറഞ്ഞാൽ പേടിയായി. കാരണം പ്രിൻസിപ്പളിനാണ് ചീമൊട്ട എറിഞ്ഞേക്കുന്നത്. ആ കൂട്ടത്തിലങ്ങോട്ട് ദൂരെ മാറിയുന്ന IV ശശിയും പെട്ടുപോയി. പേടിച്ചിട്ട് അദ്ദേഹം ആരോടും പറയാതെ, വീട്ടുകാരും അറിയാതെ അദ്ദേഹം നാടുവിടുകയാണ്. നാടുവിടുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സിനിമ നേരത്തെ സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം കൊന്നനാട്ടെന്ന് വിളിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടറുണ്ട്, അത് സാമിയേട്ടൻ എന്നാണ് ശശിയൊക്കെ വിളിച്ചു വന്നിരുന്നത്. അങ്ങനെ സാമിയേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ആ കൊന്നനാട്ടിനെ തിരക്കിയാണ് പോകുന്നത്. കൊന്നനാട്ടാണ് സിനിമയിൽ ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടർ സിനിമയുടെ സെറ്റ് ഒരുക്കുന്നതൊക്കെ ജോലി അദ്ദേഹത്തിനാണ്. അപ്പം IV ശശിക്ക് ചിത്രകല പഠിക്കാൻ പോയി തന്നെ സിനിമയിൽ കയറണമെന്നുള്ള ഉദ്ദേശം കൊണ്ടുവരണം. ആ സിനിമയിൽ കയറണമെന്നുള്ള ആഗ്രഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ ടൂറിംഗ് ടാക്കീസ് എന്ന് പറയുമ്പോൾ 6 മാസം ഒരിടത്ത് ഒരു കൂടാരം കെട്ടി ഷെഡെല്ലാം കെട്ടിയിട്ട് അവിടെ ഒരു പ്രൊജക്ടർ കൊണ്ടുവച്ച് സിനിമ പ്രദർശിപ്പിക്കും. അപ്പോൾ IV ശശിയുടെ ഒരു ബന്ധുവിൻ്റെയാണ് തിയേറ്റർ. അങ്ങനെ എപ്പോഴും പോയി സിനിമ കാണാം. വീട്ടിൽ വന്നാൽ അദ്ദേഹത്തെ അനിയുണ്ട് ശശാങ്കൻ, അവരുമായിട്ട് ഈ സിനിമ ചർച്ച, ആ സിനിമ അഭിനയിക്കുക, ഇങ്ങനെയുള്ള സിനിമാ സ്വപ്നങ്ങളിലായിരുന്നു. അങ്ങനെയാണ് മദ്രാസ് എന്ന ലോകത്തേക്ക് ടിക്കറ്റ് തൊട്ടടുത്തൊരു ഗോവിന്ദൻകുട്ടി എന്ന ആളിൻ്റെ കടക്കാരനിൽ നിന്ന് പൈസയും മേടിച്ചിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. പക്ഷേ എന്നിട്ട് ടിക്കറ്റ് എടുത്തില്ല, ചിലവിന് ആ പൈസ കൈ സൂക്ഷിച്ചിരുന്നു.
അങ്ങനെ IV ശശി മദ്രാസിലെത്തി ഒന്നും അറിഞ്ഞുകൂടാ. കോടമ്പാക്കം എവിടെ ചോദിച്ചു. കോടമ്പാക്കത്ത് ഇങ്ങനെ ട്രെയിൻ കയറി കോടമ്പാക്കത്തെത്തി. അവിടെ അപ്പം കുറേ ദൂരം നടന്നപ്പം കാണാം ഒരു ഗോളത്തിൽ ഒരു കറങ്ങുന്ന ഒരു അടയാളം കണ്ടു. AVM. ഇന്നും അവിടെ ആ സ്റ്റുഡിയോയുടെ ആ ഗോളത്തിൽ കറങ്ങുന്ന AVMൻ്റെ രൂപമുണ്ട് അവിടെ. പക്ഷേ AVM തിരക്കി ചെന്നു. അവിടെ ചെന്ന് സ്റ്റുഡിയോയിലേക്കൊന്നും ആരും കയറ്റി വിടത്തില്ല. അപ്പം ചോദിച്ചു കൊന്നനാട്ടിനെ അറിയാമെന്ന് ചോദിച്ചു. അവിടെ തമിഴന്മാരാണ്, മലയാളികൾക്ക് അവർക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും, ആ തൊട്ടടുത്തുള്ള കടയിൽ കയറി ഒരു ചായയും ഒരു വടയും മേടിച്ച് വെച്ചു. ബാക്കി പൈസ സൂക്ഷിച്ച് വെച്ചു. ഉച്ചയ്ക്കും അത് തന്നെ കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ കുറേ ദൂരം നടന്നപ്പോൾ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ വെള്ളം എടുക്കുന്ന സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എടുത്ത് ഇങ്ങനെ ചോദിച്ചു. അവരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പം മനസ്സിലായി മലയാളിയാണെന്ന് മനസ്സിലായി. അവർക്ക് മലയാളം അറിയാം. അവർ വീട്ടിൽ പിടിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയും അവരുടെ ചായപ്പ് ചെറിയ കുടിലാണ്, ടിൻ ഷീറ്റൊക്കെ മറിച്ച് ചെറിയ കുടിൽ, അവിടെ താമസിച്ചു. എന്നിട്ട് രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങും, തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അപ്പോൾ പല സ്റ്റുഡിയോയിലും കയറിയെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം ഒരാൾ പറഞ്ഞു AVMലല്ല, അരുണാചലം എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ് മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതെന്ന്. അങ്ങനെ അരുണാചലം തിരക്കി അവിടെ പോയി. നടന്നാണ് പോകുന്നത് എല്ലായിടവും. പോയി അവിടെ ചെന്നപ്പം വാച്ചർ കടത്തി വിട്ടില്ല. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെയും താരങ്ങളുടെയൊക്കെ ഈ ഡയറക്ടേഴ്സിൻ്റെ കാറ് പോകുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഇയാൾ. അങ്ങനെ നിന്നപ്പോൾ കാണാൻ ഈ ഗേറ്റിലേക്ക് കുറേയധികം ആൾക്കാർ നടന്നു വരുന്നത്. അപ്പം അവിടെ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞ് NT രാമറാവിൻ്റെ സിനിമയുടെ ചിത്രീകരണം അന്നേരം ഉണ്ട് അവിടെ. അപ്പോൾ അതിലേക്ക് ഒരു ആൾക്കൂട്ടം ആവശ്യമുണ്ട്. ഈ ആൾക്കൂട്ടത്തിനോട് IV ശശി അകത്ത് കയറി. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കല്യാണ സീൻ എന്തുമായിരുന്നു അത് ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണവും കിട്ടി, 2 രൂപയും കിട്ടി. അതാണ് ആദ്യത്തെ സിനിമയുടെ പ്രതിഫലം. അതുകൊണ്ട് നടന്ന് പിന്നെ അദ്ദേഹത്തിനൊക്കെ നടന്നപ്പം ഈ അന്ന് വലിയ വലിയ ഹോൾഡിങ്സുകളൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പടം വരയ്ക്കാൻ അറിയാവുന്ന അങ്ങനെ ഒരു അന്വേഷിച്ചപ്പം ഹോൾഡിങ്സ് സ്ഥാപിക്കുന്ന ഒരു സ്ഥലത്തിൽ ഹോൾഡിങ്സ് വരയ്ക്കാൻ ജോലി കിട്ടി. അപ്പോൾ ആ കെട്ടിടത്തിൽ തന്നെ കിടക്കും, അവിടെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇതുകൊണ്ട് ഈ ഹോൾഡിങ്സ് ജോലി ഇല്ലാത്ത സമയത്ത് കൊന്നനാട്ടെന്ന ആർട്ട് ഡയറക്ടർ തിരക്കി നടക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം കൊന്നനാട്ടിനെ കണ്ടു. കൊന്നനാട്ട് പറഞ്ഞു, നീ എന്താ എൻ്റെ അടുത്ത് പറയാതെ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷിച്ച് വർത്തമാനം പറഞ്ഞു. കാര്യം കൊന്നനാട്ടിന് ആ സമയത്ത് വർക്കില്ലാത്ത സമയത്തേക്ക് തന്നെ കൂടെ നിർത്തും എന്നുള്ള പേടിയായിരുന്നു. അഭിഷേച് ഞാൻ നിന്നോളാന്ന് പറഞ്ഞ് കൂടെ നിന്നു. വഴക്ക് പറഞ്ഞെങ്കിലും അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആളല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന സ്ഥാപനം തുടങ്ങാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് വിചിത്ര. അപ്പോൾ അതിൽ ഡിസൈൻ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ വരുമാനം കിട്ടി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ സെറ്റിൽ അത് KS സേതുമാധവൻ സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അതിലൊരു വിരുന്ന് സൽക്കാരം നടക്കുന്ന ഒരു സീനിൽ സെറ്റ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അന്നൊക്കെ സെറ്റെന്ന് വെച്ചാൽ സെറ്റ് മുഴച്ച് നിൽക്കണം. കാര്യം സെറ്റ് മുഴച്ച് നിൽക്കണമെന്ന് വെച്ചാൽ വരപ്പ്, ഇപ്പോൾ നമ്മളൊരു വഴി കൂടെ നടന്നു തൊട്ടടുത്ത 2 നില വീട്, ഒരു അമ്പലം, തെങ്ങ്, ഇതെല്ലാം ഇങ്ങനെ വരച്ച് വയ്ക്കും. സ്റ്റുഡിയോയ്ക്കകത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഔട്ട്ഡോർ ആണെന്ന് കാണിക്കാൻ വേണ്ടി മരങ്ങളൊക്കെ വരച്ച് വയ്ക്കും. അപ്പോൾ അന്ന് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവർ സെറ്റ് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്ത് വരച്ച് നമുക്ക് നാടക സെറ്റ് പോലെ തോന്നിക്കുന്ന, നിങ്ങൾക്ക് പഴയ സിനിമകൾ കണ്ടാൽ അറിയായിരിക്കും അതൊക്കെ. പക്ഷേ IV ശശി അന്ന് കൊന്നനാട്ടിൽ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് സേതുമാധവൻ സാറിന് വിരുന്ന് ഭക്ഷണം കഴിക്കാൻ സീനാണെന്ന് പറഞ്ഞിട്ട് ഒരു ടെറസിൻ്റെ മേളിലാണ് ഒരു അരഭിത്തിയും വരച്ച് വെച്ച് ഒരു ചെറിയ ഒരു തെങ്ങിൻ്റെ ഷെയ്ഡും വരച്ച് വെച്ച് നാച്ചുറലായിട്ട് ഷെയ്ഡായിരുന്നത്. പക്ഷേ കൊന്നനാട്ടിൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചെയ്തു പോയില്ല. പക്ഷേ സേതുമാധവൻ സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു, അഭിനന്ദിച്ചു. ഇങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങളാണ് വേണമെന്ന് പറഞ്ഞപ്പം കൊന്നനാട്ടിന് ദേഷ്യം തോന്നി. കാരണം കൊന്നനാട്ടിൻ്റെ ശൈലിയും IV ശശിയുടെ ശൈലിയും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് കൊന്നനാട്ടിനോട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഒരു ദിവസം റോഡിൽ വെച്ച് ഹരിഹരനെ തൻ്റെ പഴയ കൂട്ടുകാരനെ കാണുന്നത്. ഹരിഹരൻ എന്താ, ഞാൻ കൊന്നനാട്ട് സാമിയേട്ടൻ്റെ കൂടെ നിൽക്കണം, പക്ഷേ എനിക്ക് വലിയ തൃപ്തിയില്ല, നമ്മുടെ ടേസ്റ്റുകൾ വേറാണ്, നമ്മൾ പറയുന്നതൊക്കെയല്ല, എങ്കിൽ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് അദ്ദേഹം കളിയല്ലേ കല്യാണം എന്നൊരു സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ട് ചെല്ലുകയും അന്ന് കലാസംവിധായകൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇതേ കൂടെ നിർത്തുകയും ചെയ്തു. കലാസംവിധാനം ആരുമില്ല, അങ്ങനെ എല്ലാം ചെയ്തൊക്കെ കൊടുത്തങ്ങനെ. പക്ഷേ AB രാജൻ്റെ കളിയല്ല കല്യാണം വലിയ വിജയമായി തീർന്നു. അപ്പോൾ ടൈറ്റിലിൽ പേര് വന്നു IV ശശി. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആദ്യമായിട്ട് കത്തെഴുതു, അമ്മേ എൻ്റെ പേര് ടൈറ്റിലുണ്ട്, അമ്മ പോയി കാണണം. അങ്ങനെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാർക്ക് ആദ്യമായിട്ട് കലാസംവിധാനം IV ശശി എന്ന് പറഞ്ഞ പേര് വന്നത് ഭയങ്കര സന്തോഷമായി. പിന്നെ അദ്ദേഹം സ്വതന്ത്രം അങ്ങനെ കുറച്ചാൾ വർക്കില്ല വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് AB രാജൻ്റെ തന്നെ കണ്ണൂർ ഡയറക്ഷൻ തുടങ്ങി, ജയമാരുടെ സിനിമയാണ്. അങ്ങനെ ആദ്യമായിട്ട് കലാസംവിധാനത്തിൽ നിന്ന് മാറി ഹരിഹരനും
IV ശശി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ആ കണ്ണൂർ ഡീലക്സ് എന്ന് വെച്ചാൽ ഒരു ബസ് തിരുവനന്തപുരത്ത് പുറപ്പെട്ട് കണ്ണൂർ വരെ എത്തുന്നതിനൊക്കെയുള്ള ഒരു കുറ്റാന്വേഷണ ചിത്രമായിരുന്നു. പ്രേം നസീർ, ഷീല, ഒരുപാട് താരങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്ഥലം. ബസ് ഒരു യാത്ര ഇങ്ങനെ പോകുന്നത് പല സ്റ്റേഷനിലും ബോർഡ് മാത്രം കാണിക്കുക. ടെക്നിക്കലായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സിനിമയായിരുന്നു. അപ്പോൾ ഹരിഹരൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല, ആദ്യമായിട്ടൊക്കെ നിന്നു. പക്ഷേ ഒരു ദിവസം ഹരിഹരന് JD തോട്ടാൻ്റെ വേറൊരു പടത്തിൻ്റെ വർക്ക്, അതിൻ്റെ വർക്കിന് ക്ലാഷ് വന്ന കാരണം അങ്ങോട്ട് പോയി. അപ്പോൾ IV ശശി നീ ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ IV ശശി ആദ്യമായിട്ടില്ല സംവിധാനത്തിൻ്റെ ബാലപാഠങ്ങളൊന്നും അറിഞ്ഞുകൂടാ. കലാസംവിധാനം പോലെ അല്ലല്ലോ ഇതിന് ഒരുപാട് ഈ കണ്ടിന്യൂറ്റി വലിയ പ്രശ്നമുണ്ട്. ഒരു സീനിൻ്റെ തുടർച്ച ഇന്നെടുക്കുന്ന സീനായിരിക്കത്തില്ല നാളെ എടുക്കുന്നത്, അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ആ ഡ്രസ്സ് അവരിട്ടുന്ന വശം എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഭയങ്കര മെനക്കെട്ട പണിയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പണി. അങ്ങനെ അപ്പോൾ ശങ്കരാടി കൊല്ലത്തുനിന്ന് കയറുന്ന സീനാണ്. കമ്മത്തെന്ന ക്യാരക്ടർ ഒരു കുടയുണ്ട് അയാൾക്ക്. ആ കമ്മത്ത് കൊല്ലത്തുനിന്ന് കയറി ആലപ്പുഴ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഷൂട്ടിങ്ങെല്ലാം നോക്കി അന്ന് റഷ സിറ്റ് ഏതെങ്കിലും തിയേറ്ററായിട്ട് കണ്ടിട്ടാണ് പിന്നെ പോരായ്മകൾ തീരുമാനിക്കുക. റഷ സിറ്റ് നോക്കിയപ്പം ഈ ആലപ്പുഴ ഇറങ്ങിയ ആൾ എറണാകുളത്തെ ഷോട്ടിലും ശങ്കരാടി ഇരിപ്പുണ്ട്. അറിയാതെ വന്ന് പോയതാണ്. അങ്ങനെ ഒരുപാട് വഴക്ക് കിട്ടും. അവൻ പറഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ മുന്നേ T. വാസുദേവൻ സാർ പറഞ്ഞ് ഹരിഹരനെ വിളിച്ച് വഴക്കും, നീ കൊണ്ടുവന്ന അസിസ്റ്റൻ്റ് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ക്ലൈമാക്സിലും വേറെ കുഴപ്പം പറ്റി. അതാണ് സവിശേഷത. ക്ലൈമാക്സ് ഈ പ്രേം നസീർ CID ആണ്, ഷീലയും CID ആണ്. പക്ഷേ ഷീല ഒരു വീട്ടിൽ ഇങ്ങനെ അഭയാർത്ഥിയായിട്ടും താമസിക്കും. GK പിള്ളയാണ് കള്ളക്കടത്തിൻ്റെ നേതാവ്. അപ്പോൾ അവസാനം ഷീലയെ കെട്ടിയിട്ടേക്കും. ഷീലയെ മോചിപ്പിക്കാനായിട്ട് പ്രേം നസീർ വരണം. അപ്പോൾ കെട്ടിടത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് IV ശശി വിചാരിച്ചത്. അങ്ങനെ ആ പോർഷൻ മാത്രം റെഡിയാക്കി നിന്ന്. പക്ഷേ ഈ ഷീലയെ കാണാൻ വേണ്ടി നസീർ സാറ് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന സീക്വൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ സെറ്റൊന്നുമില്ല. ആകെ പ്രശ്നമായി. T. വാസുദേവൻ സാറാണെങ്കിൽ വളരെ ചിലവ് ചുരുക്കിയെടുക്കുന്ന പടമാണ്. ഒരു ദിവസം നീണ്ട് അദ്ദേഹത്തിന് ചിലവുകൾ ഒരുപാട്. അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞു എൻ്റെ സെറ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അഭിമാന ക്ഷതവും പറ്റി നാണക്കേടുമായിട്ട് വരുന്നു. അന്ന് തീരുമാനിച്ച് ഇനി സംവിധാന രംഗത്തേക്ക് ഞാനില്ല, ഇനി കലാസംവിധാനം മതി. പിന്നെ ഹരിഹരൻ വന്ന് ആശ്വസിപ്പിച്ചെങ്കിൽ പിന്നീട് ആ വശത്തേക്കേ പോയില്ല. പിന്നെ അദ്ദേഹം കലാസംവിധാന സഹായിയായിട്ടും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഓരോരോ സിനിമകളിലും കലാസംവിധാനമൊക്കെ ചേർന്ന് ചെന്നു. അങ്ങനെ നിൽക്കവേ ആ കലാസംവിധാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ സംവിധാനം ചിത്രീകരിക്കുന്ന തനിക്ക് പറ്റിയ പാളിച്ചകൾ ഒരിക്കലും പറ്റുന്ന സംവിധാനം കൂടെ പഠിച്ചു. സംവിധാനം വന്ന ക്യാമറ സെക്ഷൻ എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഫ്രെയിമുകൾ നോക്കുന്നുണ്ട് അറിയാം. അങ്ങനെ അദ്ദേഹം തൻ്റെ സബരികൾ കലാസംവിധാനത്തിലൂടെ നല്ല പേരെടുക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാറ്റ് വിതച്ചവനെന്നൊരു പടം എടുക്കുന്നത്. ആ കാറ്റ് വിതച്ചവൻ്റെ കാര്യങ്ങളും അദ്ദേഹം എങ്ങനെ സംവിധാന രംഗത്തേക്ക് കടന്നു യാദൃച്ഛികമായ ചില സംഭവങ്ങളാണ് അതിന് വഴി തെളിയിച്ചത്. അതിൻ്റെ രസകരമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം.